ആമേ, നമ്മൾ രണ്ടുപേരും കൂടി മനസമാധാനത്തോടെ കഴിയുന്ന ഈ വീട്ടിലേക്ക് പുറത്ത് നിന്ന് ആരും വരാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ സന്തോഷം പോവില്ലേ? സത്യം. നീ ഈ ഷർട്ടൊക്കെ കൊണ്ട് തേച്ച് വെക്ക്, ഞാൻ ഫോൺ എടുത്തിട്ട് വരാം. ഇനിയും വിജയോ മരിച്ചു വിളിക്കുമ്പോ എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞേക്ക്. ഹലോ. മോനകൃഷ്ണ, ഇത് ഞാനാ, കേശവമാവൻ. ആഹാ, കേശവ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എത്ര നാളായി ഒന്ന് ഫോൺ ചെയ്തിട്ട് പോലും. പട്ടാളത്ത് വന്നിട്ട് 3-4 മാസമായില്ലേ? ഇതുവരെ എന്നെ കാണാൻ പോലും വന്നില്ലല്ലോ. നിന്റെ പരാതി ഇന്ന് തീർത്തിട്ട് എന്നെ കാര്യം. ഇന്ന് ഉച്ച കഴിയുമ്പോ ഞാൻ അങ്ങോട്ട് വരും. ഇന്നോ? അതെ, 10 മണി കഴിയുമ്പോ ഇവിടുന്ന് ഒരു ബസ്സുണ്ട്. അത് കയറിയ 3 മണിയാകുമ്പോ ഞാൻ അവിടെ എത്തും. അമ്മ കാര്യമായിട്ട് പറയുന്നതാണോ? അതേന്ന്. അപ്പൊ വൈകിട്ട് കാണാം. ശരി. ശരി ശരി. ഈശ്വര, ഭാമ ഇതറിഞ്ഞാൽ ഉടക്കിടും എന്നുള്ളത് ഉറപ്പാ. എന്താ ചെയ്യുക? പ്രശ്നമാകൂ. നീ പറഞ്ഞാലും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല, നീ പറഞ്ഞാലും ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അല്ല, ഈ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഇടയ്ക്ക് വീട്ടിലേക്ക് വരുന്നൊരു നല്ല കാര്യം തന്നെയാണ്. നമ്മുടെ വിജയകുമാരി ചേച്ചിയും കുടുംബവും എന്നാ വരുന്നെന്ന് പറഞ്ഞത്? തീയതിയൊന്നും പറഞ്ഞില്ല, അടുത്ത ആഴ്ച മറ്റേ വരുമായിരിക്കും. അത് വേണ്ട. അല്ല, അത് വേണ്ട, അടുത്ത മാസം വരാൻ പറയും. അതെന്താ അങ്ങനെ? അല്ല, അടുത്ത മാസം ആണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ സൗകര്യമാവും. ആണെങ്കിൽ 1-2 ദിവസം ലീവ് എടുക്കാം. ഈ മാസം നടക്കില്ല, അടുത്ത മാസം അവിടെ പറയാൻ പറഞ്ഞു. ഇതെന്താണ് പെട്ടെന്നൊരു മനമാറ്റം? ഞാൻ ആലോചിച്ചപ്പോ നിന്റെ ഭാഗത്താ ശരി. ഈ വീട്ടിൽ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും ഒക്കെ വന്നാലേ ഒരു രസമുള്ളൂ. നിന്റെ ഏതെങ്കിലും ബന്ധുക്കളോ എന്റെ ഏതെങ്കിലും ബന്ധുക്കളോ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണെങ്കിൽ അത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. എന്റെ കേശവമാണെന്ന് കണ്ടിട്ടില്ലേ? നമ്മുടെ കല്യാണത്തിന് വേണ്ടതാ. അമ്മ പട്ടാളത്തിലല്ലേ? ഞാൻ തേച്ചോളാം. അല്ല, പട്ടാളത്തിൽ നിന്നൊക്കെ വിരമിച്ചല്ലോ. കഴിഞ്ഞ 4-5 മാസമായിട്ട് അമ്മ നാട്ടിൽ തന്നെ ഉണ്ട്. എനിക്കാണെങ്കിൽ അമ്മാവനെ കാണാൻ ഭയങ്കര കൊതിയാവുന്നു. അമ്മാവനെ ഇങ്ങോട്ട് വിളിച്ചാലോ? എന്ത് പറ്റി? നിന്നിപ്പിൽ അമ്മാവനോടൊരു സ്നേഹം? അല്ല, നീ വിജയകുമാരി ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോ പെട്ടെന്ന് എനിക്ക് എന്റെ കേശവമാവൻ ഓർമ്മ വന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് അമ്മാവനൊന്ന് കാണണമെന്ന് തോന്നി. ഇപ്പൊ അമ്മാവനൊന്ന് വിളിച്ചു നോക്കിയാലോ? വെറുതേക്കാണെങ്കിൽ ഇന്ന് തന്നെ അമ്മാവിങ് വന്നോളും. അല്ല, ഒരു കാര്യം തീരുമാനിച്ച പിന്നെ വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. ഇന്ന് വൈകിട്ട് 3 മണിയാകുമ്പോ ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് അമ്മാവനോട് അങ്ങോട്ട് വിളിച്ചു ചോദിച്ചു നോക്കാം. എന്തേ? അമ്മാവൻ എത്തിയോ? കൃത്യസമയത്ത് തന്നെയാണല്ലോ. അത് പിന്നെ എന്തോന്ന് വർത്താനം വക്കീലേ? മോഹനേരി സാറിന്റെ അല്ലേ അമ്മാവായി? ഒരു സമയം പറഞ്ഞതായിരിക്കും. സത്യഭാമയെ ഞാൻ കല്യാണത്തിനെന്ന് കണ്ടതാ. അതിനുശേഷം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അമ്മാവന്റെ ഫോട്ടോ ഒക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അമ്മാവൻ വാ, ഞാൻ ചായ എടുക്കാം. അത് മാത്രമല്ല, അമ്മാവൻ എത്തിയ ഉടനെ തന്നെ മോഹനേട്ടനെ വിളിച്ചു പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി 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 ശരി. അയ്യോ അമ്മാവൻ. നമസ്കാരം സാറേ. ഇന്ന് സാർ നേരത്തെ ഇറങ്ങിയ? നേരത്തെ ഇറങ്ങിയില്ല, ഇറങ്ങിയിട്ട് കുറച്ച് വേഗത്തിൽ നടന്നു. അമ്മാവനത്തെ കാര്യം ഭാമ വിളിച്ചു പറഞ്ഞായിരുന്നു. ഞാൻ ബസ് സ്റ്റാൻഡിന്റെ മുമ്പിൽ നിൽക്കുമ്പോ അമ്മാവൻ ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് ആളിനെ മനസ്സിലായി. ഒരു പട്ടാളക്കാരന്റെ എടുപ്പും ഭാവവും ഗാംഭീര്യവും ഒക്കെ. നേരെ ചെന്ന് ഞാൻ ഒറ്റ ചോദ്യം, എന്താ കെ മോഹനേരി സാറിന്റെ അമ്മാവനല്ലേ എന്ന്. അമ്മാവൻ പറഞ്ഞു അതെ.
സത്യം പറയാലോ വിശാലം, അവിടെ നിന്ന് ഇങ്ങോട്ട് പോരണമെന്ന് ഞാൻ ഒട്ടും ആലോചിച്ചിട്ടില്ല. പക്ഷേ നാട്ടിൽ നിന്ന് അടി കിട്ടുമെന്ന് ഉറപ്പായ മുങ്ങയല്ല പിന്നെ എന്താ ചെയ്യാ? അയ്യോ, അതൊക്കെ നാട്ടുകാർ വെറുതെ പറയുന്ന. ആ പെണ്ണുമായി നീ വിചാരിക്കുന്ന പോലെ യാതൊരു ബന്ധവുമില്ല വിശാലം. ദേ, ഈ ജന്മത്തിൽ ഞാൻ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെയാ, നീ മാത്രം. ദേ, നിന്നെ കാണാതെ ഒരു ദിവസം പോലും എനിക്ക് കഴിയാൻ പറ്റില്ല വിശാലം. പക്ഷെ എന്ത് ചെയ്യാനാ? കുറച്ച് ദിവസത്തേക്ക് ഞാൻ അങ്ങോട്ട് വരാതിരിക്കുന്നതാ നല്ലത്. അടുത്ത ആഴ്ച ഞാൻ അങ്ങോട്ട് വരും. അത് കഴിഞ്ഞ് ആദ്യത്തെ ശുഭമുഹൂർത്തത്തിൽ നിന്നെ ഞാൻ എന്റെ ഭാര്യയാക്കും.